ഹായ് ഫ്രണ്ട്സ്, ഇവിടെ മുതലുള്ള പാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ പോയിൻറ്റും വളരെ പ്രധാനപ്പെട്ടതായി കണ്ട് നിങ്ങൾ കുറിച്ചെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റ് ഇൻസ്പെക്ടറിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടാണ്. അപ്പോൾ ഈ നോട്ടിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അന്ന് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ നോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് അത് 25 പേരാണ്. 25 പേരാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ്. അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് 7 പേരാണ്. എന്നാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് 25 അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ്, അതിൻ്റെ കറക്റ്റ് ആൻസർ അൺലിമിറ്റഡ് ആണ്. എത്ര ആളുകൾക്ക് വേണമെങ്കിലും ഒരു മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ്, അതായത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ മാക്സിമം നമ്പർ എന്ന് പറഞ്ഞ നമ്പർ ഇല്ല. അത് എത്ര പേര് വന്നാലും ആ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നാൽ മിനിമം ഒരു 7 പേരെങ്കിലും വേണം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ. അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ്, അത് 2 പേര് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ പ്രൈവറ്റ് കമ്പനി അത് 200. ഒരു പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് 200. എന്നാൽ മിനിമം 2 പേര് മതി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ മാക്സിമം അൺലിമിറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനിയുടെ കേസിൽ 2 പേര് മതി. എന്നാൽ ബാങ്കിങ് കമ്പനിയിലെ മാക്സിമം പേഴ്സൺ എന്ന് പറഞ്ഞാൽ 10 പേരാണ്. ബാങ്കിങ് കമ്പനിയിൽ മിനിമം 2 പേര് മതി, എന്നാൽ മാക്സിമം 10 പേര് കൂടാൻ പാടില്ല. അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഇൻ എ പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഫേമിൽ മിനിമം നമ്പർ എന്ന് പറഞ്ഞാൽ 2. എന്നാൽ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ പാർട്ണർഷിപ്പ് ഈസ് 100. അതായത് 100 പേരാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ മാക്സിമം നമ്പർ. എന്നാൽ മിനിമം 2 ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഷെയറുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കാണാം. ഷെയർ വിഡ്രോവൽ ഈസ് അറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമുക്ക് ഷെയർ വിഡ്രോ ചെയ്യാം. നമുക്ക് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഷെയർ നമുക്ക് വിഡ്രോ ചെയ്യാം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഷെയർ വിഡ്രോവൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് ഷെയർ വിഡ്രോവൽ. എന്നാൽ ഷെയർ ട്രാൻസ്ഫർ ആൻഡ് സെൽ അറ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനും വിൽക്കാനും സാധിക്കും. അപ്പോൾ ഷെയർ ട്രാൻസ്ഫർ ആൻഡ് സെല്ല് ഈസ് റിലേറ്റഡ് ടു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അതുപോലെ തന്നെ പ്രോക്സി അലൗഡ് ഇൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അതായത് ഇലക്ഷൻ്റെ സമയത്ത് ഷെയർ ഹോൾഡറിന് പകരം മറ്റൊരാളെ നമുക്ക് നിയോഗിക്കാം. എവിടെ? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ പ്രോക്സി അലൗഡ് ആണ്. എന്നാൽ പ്രോക്സി നോട്ട് അലൗഡ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിൽ പ്രോക്സി നോട്ട് അലൗഡ്. എന്നാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ കേസിൽ പ്രോക്സി അലൗഡ് ആണ്. അതുപോലെ തന്നെ വോട്ടിങ്ങിനെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 1 man 1 vote ഈസ് അറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു വ്യക്തിക്ക് 1 വോട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് 1 man 1 vote എന്നുള്ള കൺസെപ്റ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ 1 share 1 vote എന്നുള്ളതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ വോട്ടിംഗ് റേഷ്യോ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരാൾ ഒന്നിൽ കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്താലും ഒരു വ്യക്തിക്ക് 1 വോട്ട് എന്നുള്ള ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ഇലക്ഷന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ, ഇലക്ഷന് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ ഒരു ഷെയറിന് 1 വോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 100 ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് 100 വോട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ എനിക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 100 ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് ഒറ്റ വോട്ടേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒറ്റ വ്യക്തിക്ക് ഒരൊറ്റ വോട്ട് മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചെയ്യാൻ സാധിക്കൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡോക്യുമെൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദ മാഗ്ന കാർട്ട ഓഫ് എ കമ്പനി ഈസ് ഇറ്റ്സ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ മാഗ്ന കാർട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ഏത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ
മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ള ആ ഒരു ഡോക്യുമെൻ്റാണ് ഒരു കമ്പനിയുടെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്നറിയപ്പെടുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനി ആർ ഗിവൺ ഇൻ ഇറ്റ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഏത് ഡോക്യുമെൻറ്റിലാണ് ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച്, ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. When a running business is taken over by a company from a date prior to its incorporation, the profit earned up to the date of incorporation is known as profit prior to incorporation. അതായത് ഒരു റണ്ണിങ് ബിസിനസ് ഈസ് ടേക്കൺ ഓവർ ബൈ എ കമ്പനി ഫ്രം ഡേറ്റ് പ്രിയർ ടു ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനിയെ വേറൊരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കമ്പനി റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടായ ആ പ്രോഫിറ്റിന് പറയുന്ന പേരാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ കമ്പനിയുടെ പ്രോഫിറ്റ്, അത് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് ഓർ മേ ബി അഡ്ജസ്റ്റഡ് അഗൻസ്റ്റ് ഗുഡ് വിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, സ്ഥിരമായിട്ട് എക്സാമിനൊക്കെ കാണുന്ന ഒരു പോയിൻ്റാണ്. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഇതിൻ്റെ അക്കൗണ്ടിങ് തലത്തിൽ വരുമ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എൻട്രി എങ്ങനെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് ഓർ മേ ബി അഡ്ജസ്റ്റഡ് അഗൻസ്റ്റ് ഗുഡ് വിൽ. ക്യാപിറ്റൽ റിസർവിലേക്ക് ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ഗുഡ് വില്ലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്ത്? പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. അതാണ് ഈ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്നുള്ള ആ ഒരു പ്രോഫിറ്റിൻ്റെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് രീതിയിലുള്ള അതിൻ്റെ കൈകാര്യം ചെയ്യുന്നത് ഇത്തരത്തിലാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഒരു കമ്പനി പ്രോഫിറ്റും ഉണ്ടാകാം, അതുപോലെ തന്നെ ലോസും ഉണ്ടാകാം പ്രിയർ ടു ഇൻകോർപ്പറേഷന് മുമ്പ് ഇത്തരത്തിലൊരു കമ്പനി ലോസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ഷോൺ അണ്ടർ ദി ഹെഡ് ഓഫ് മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ ഇൻ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള ഹെഡിലാണ് ഈ ലോസ് പ്രിയർ ടു ഇൻകോർപ്പറേഷൻ കാണിക്കുക. മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ ഇൻ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇനി അടുത്തത് 21ാമത്തെ പോയിന്റിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് എ കമ്പനി എംപവർ ടു ഇഷ്യൂ അണ്ടർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിന് പറയുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് എ കമ്പനി എംപവർ ടു ഇഷ്യൂ അണ്ടർ ഇറ്റ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്ത ഒരു പോയിന്റ് 22ാമത്തെ പോയിന്റ്, ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അടുത്തൊരു ഡോക്യുമെൻ്റാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Articles of Association of a company contains rules and regulations relating to internal management of a company. ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രതിപാദിക്കുന്ന ഡോക്യുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒബ്ജക്റ്റീവ് പ്രതിപാദിക്കുന്നത് പോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രത്യേകിച്ച് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് പഠിക്കുക. തുടർന്ന് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റുകളെല്ലാം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചുള്ള പോയിന്റുകളാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. റിസർവ് ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ റിസർവ്ഡ് ബൈ ദ കമ്പനി ടു ബി കോൾഡ് ഓൺലി ഇൻ ദ ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രം കോൾഡ് അപ്പ് ചെയ്യുന്ന അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ, അതാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത്. റിസർവ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്
പക്ഷേ ഇത് അൺകോൾഡ് ക്യാപിറ്റലായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ക്യാപിറ്റലാണ്, റിസർവ് ക്യാപിറ്റൽ. അത് ഇത് കോൾ ചെയ്യുന്നത് ഓൺലി അറ്റ് ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമാണ് ഇത് കോൾ ചെയ്ത് ഇത് പൂർണ്ണമായും മാറ്റി വയ്ക്കുന്നത്. ഇത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. 25ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. വെൻ ദ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു അപ്പോയിൻറ്റ് ഓർ റീ അപ്പോയിൻറ്റ് ഓഡിറ്റേഴ്സ് ഓർ എ ലിമിറ്റഡ് കമ്പനി ഇൻ ആനുവൽ ജനറൽ ബോഡി ദ വേക്കൻസി വിൽ ബി ഫിൽഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് ആനുവൽ ജനറൽ ബോഡിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഒരു ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീ അപ്പോയിൻറ്റ് ചെയ്യാനോ ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ലിമിറ്റഡ് കമ്പനിയുടെ കേസാണ് ഈ പറയുന്നത്. ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് കമ്പനീസിനെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ ലിമിറ്റഡ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീ അപ്പോയിൻറ്റ് ചെയ്യാനോ ആനുവൽ ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് സാധിക്കാതെ വന്നാൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഓഡിറ്റർ ഓഫ് എ ഗവൺമെൻറ് കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. അതായത് ഒരു ഗവൺമെൻറ് കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അതുപോലെ തന്നെ ദ ഓഡിറ്റർ ഓഫ് എ കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ. അതായത് ഒരു ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജനറലി ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി ഈസ് പ്രിപ്പയർഡ് ഇൻ ടി ഫോം. ടി ഫോമിലാണ് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഏത് ഫോർമാറ്റിലാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ ടി ഫോർമാറ്റിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തത് ദ സിവിൽ ലൈബിലിറ്റി ഓഫ് എ കമ്പനി ഓഡിറ്റർ ഈസ് ഫോർ നെഗ്ലിജൻസ്. അതായത് ഒരു കമ്പനി ഓഡിറ്ററിൻ്റെ ലൈബിലിറ്റി, സിവിൽ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നെഗ്ലിജൻസിന് എതിരായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സിവിൽ ലൈബിലിറ്റി എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സെക്ഷൻ 224 ഓഫ് കമ്പനീസ് ആക്ട് ഡീൽസ് വിത്ത് അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. അതായത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 224 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, അതൊരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 31ാമത്തെ പോയിന്റ്, ദ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് ഈ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അവകാശം എന്നൊക്കെ പറയുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനീസ് ആർ പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ ഷെഡ്യൂൾ 6 ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 6 പ്രകാരമാണ് ഒരു കമ്പനി അതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതുപോലെ തന്നെ എ കമ്പനി ക്യാൻ ബൈ ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്. ഒരു കമ്പനിക്ക് അവരുടെ തന്നെ ഡിബഞ്ചറും ഷെയറും വാങ്ങാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്, അതിനുള്ള സാധ്യത അവർക്കുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കമ്പനി ക്യാൻ ബൈ ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്. എ പ്രൈവറ്റ് കമ്പനി കനോട്ട് ഇൻവൈറ്റ് പബ്ലിക് ഫോർ സബ്സ്ക്രൈബിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് cannot invite public for subscribing shares and debentures. അതൊരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഷെയർസും ഡിബഞ്ചേഴ്സും പർച്ചേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അത് ജോൺ സ്റ്റോക്ക് കമ്പനിക്ക് മാത്രമേ ഇത്തരത്തിൽ ഷെയർസും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഉള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കുക. The balance sheet of a standard company has 3 parts: asset, liability and owners equity. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഒരു സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് കമ്പനി ഹാസ് 3 പാർട്സ്: അസറ്റ്, ലയബിലിറ്റി ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് പ്രധാനമായിട്ടും നമ്മൾ പാർട്ണർഷിപ്പിനെ കുറിച്ച്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച്, അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെക്കുറിച്ച് കണ്ടു. ആദ്യമായിട്ട് നമ്മൾ കണ്ടത് കുറേ പോയിൻറ്റ്സാണ്, കുറേ എണ്ണമാണ്. ആൾക്കാരുടെ മിനിമം നമ്പർ, മാക്സിമം നമ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ കണ്ടത്. തുടർന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെക്കുറിച്ചാണ്. പക്ഷേ നമ്മൾ പാർട്ണർഷിപ്പിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കാണും. എങ്കിലും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിൻറ്റിലെ എല്ലാ പോയിൻറ്റും നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് തെറ്റിപ്പോകാതെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ തവണത്തെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് ഏതെങ്കിലും പോയിൻ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം നിങ്ങൾ
കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ആ കാര്യം കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അത്യാവശ്യം എല്ലാം തന്നെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും കാര്യം അപ്ഡേഷൻ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അറിയിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.